ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ജടായു രാവണ യുദ്ധമാണ്. അതിനുശേഷം ജടായു ശ്രീരാമചന്ദ്രനെ പ്രതീക്ഷിച്ച് അങ്ങനെ അവിടെ കിടക്കുകയാണ്. രാവണൻ സീതയുമായി തെക്കോട്ട് സഞ്ചരിക്കുകയാണ്. വിവരം ശ്രീരാമനെ അറിയിക്കുന്നതിനായിട്ട് സീതാദേവി തൻ്റെ ആഭരണങ്ങൾ ആകാശത്തു നിന്നും താഴത്തേക്ക് ഇടുന്നു. എന്നിട്ട് ദേവി അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് കരയുകയാണ്. ഋഷ്യമൂകം എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ 5 ബന്ധുക്കളും ഒരുമിച്ച് ആരിയ്ക്കുന്നുണ്ട്? സുഗ്രീവൻ ഇരിക്കുന്നുണ്ട്. നളൻ, നീലൻ, ഗവാക്ഷൻ, ഹനുമാൻ, ജാംബവാൻ ഇവരാണ് സുഗ്രീവൻ്റെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ 6 പേര്. അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകാശത്തു കൂടി സീതാദേവിയെയും കൊണ്ട് രാവണൻ പോകുന്നത് അവർ കാണുന്നു. സീതാദേവി മുറുക്ക വിളിച്ച് അവരോട് പറയുന്നുണ്ട്, അല്ലയോ കവിരാജൻ, ഞാൻ ശ്രീരാമപത്നിയായ സീതയാണ്. എൻ്റെ മയ്യാഭരണങ്ങളും ഉത്തരീയവും ഞാൻ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. രാമനുമായി നിങ്ങൾ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തിനോട് പറയണം, രാമൻ്റെ പ്രിയ പത്നി സീതയെ രാവണൻ അപഹരിച്ചു എന്ന്. ഇങ്ങനെ ദേവി വിളിച്ച് പറയുകയും ചെയ്തു. ഇത് ഹനുമാൻ കേൾക്കുന്നു. ഹനുമാൻ ഇക്കാര്യം സുഗ്രീവനോട് പറഞ്ഞു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ആര് കേൾക്കുന്നു? രാവണൻ കേൾക്കുന്നു. അതോടുകൂടി രാവണന് ഭയം വർദ്ധിക്കുകയും രാവണൻ വേഗത്തിൽ തന്നെ തെക്കോട്ട് സീതയുമായി സഞ്ചരിക്കുകയും ചെയ്തു. ആകാശത്ത് നിന്നുകൊണ്ട് ദേവന്മാര് സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ട് പോകുന്നു എന്ന് പറയുന്നു. അവരങ്ങനെ പറയുന്നത് ആര് കേൾക്കുന്നു? സുപാർശൻ എന്ന പക്ഷി. ആ പക്ഷി കേൾക്കുന്നു. ആരാണ് സുപാർശൻ? സമ്പാദിയുടെ പുത്രനാണ് സുപാർശൻ. അച്ഛന് ആഹാരം ശേഖരിക്കുന്നതിന് വിന്ധ്യാചലത്തിൽ സഞ്ചരിക്കുകയായിരുന്നു സുപാർശൻ. ജടായുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ. രാവണൻ ജടായുവുമായി യുദ്ധം ചെയ്ത് ജടായു ഇന്ന് മരണത്തിനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം സുപാർശൻ അറിഞ്ഞില്ല. അങ്ങനെ അറിയാതിരുന്നിട്ടും ദേവന്മാർ ഇപ്രകാരം സംസാരിക്കുന്നത് കേട്ടിട്ട് സുപാർശൻ നോക്കിയപ്പോൾ സീതയെയും കൊണ്ട് രാവണൻ പോകുന്നതാണ് കണ്ടത്. പക്ഷിക്ക് വളരെയധികം കോപമാണ് ഉണ്ടായത്. പക്ഷി രഥത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്നു. എന്നിട്ട് രഥത്തെ പിളർക്കുവാനായി കൊക്കു വിരിച്ചു കൊണ്ടു ചെന്നു. രഥത്തിനുള്ളിൽ സീതാദേവി ഇരിക്കുന്നു. നാരീഹത്യ ചെയ്ത് നരകത്തെ തേടണ്ട എന്ന് വിചാരിച്ച് ചിറകുകൾ കൊണ്ട് രഥത്തെ തടഞ്ഞു. അപ്പോൾ രാവണൻ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു. രാവണൻ പറയുകയാണ്, ഞാൻ രാവണനാണ്, വിനയത്തോടു കൂടിയാണ് പറയുന്നത് സുപാർശനോട്. ലങ്കയിലാണ് വസതി. എനിക്ക് താങ്കളുമായി യാതൊരു ശത്രുതയുമില്ല. രാമൻ എന്നെ അപമാനിച്ചു. എൻ്റെ സഹോദരിയുടെ കാതും മൂക്കും മുറിച്ചു. സഹോദരനായ ഖരനെയും ദൂഷണനെയും വധിച്ചു. ആ ദേഷ്യം കൊണ്ടാണ് രാഘവൻ്റെ സുന്ദരിയെ ഞാൻ അപഹരിച്ചത്. താങ്കൾ 3 ലോകത്തിലും വിഖ്യാതനാണ്, ശ്രേഷ്ഠനാണ്. താങ്കളെ എനിക്കറിയാം. ഞാൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ രാവണൻ പറയുകയാണ്. ഇത് രാവണൻ്റെ ഒരു അതിബുദ്ധിയാണ്. അതോടുകൂടി സുപാർശൻ ക്ഷമിച്ചു. മുന്നിലെ തടസ്സം മാറ്റി രഥം വിട്ടുകൊടുത്തു. അപ്പോൾ രാവണൻ രഥവുമായി ഉയർന്നു. ഇതൊന്നും പാവം സീത അറിഞ്ഞില്ല. കരഞ്ഞു കരഞ്ഞ് ബോധം കെട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ലങ്കാതീരം രാവണൻ കാണുന്നു. അതോടുകൂടി രാവണന് വലിയ സന്തോഷമായി. ഗുണസാഗരമായ രാമൻ എങ്ങനെ ഈ കടൽ കടക്കും എന്ന് ദുഃഖത്തോടുകൂടി ദേവി ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ
അസുരന്മാർ നിറഞ്ഞ ലങ്കയിലേക്ക് രാവണൻ സീതയുമായി എത്തിച്ചേരുന്നു. സീതയെ ലങ്കയിൽ പാർപ്പിക്കുന്നു. അശോകമരത്തിൻ്റെ ചുവട്ടിൽ ദുഃഖിച്ചിരിക്കുന്ന സീതയുടെ മുമ്പിലേക്ക് ആരെത്തിച്ചേരുന്നു? ഇന്ദ്രൻ എത്തിച്ചേരുന്നു. ഇന്ദ്രൻ സീതാദേവിക്ക് ഒരു പായസം നൽകുന്നു. ആ പായസം ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവി ഭക്ഷിക്കുന്നു. അതോടുകൂടി ദേവിക്ക് വിശപ്പും ദാഹവും ഇല്ലാതായി. പിന്നീട് അങ്ങോട്ട് ലങ്കയിലെ വാസകാലത്തിൽ ദേവി ഒന്നും ഭക്ഷിച്ചില്ല. രാവണൻ്റെ രാജ്യത്തു നിന്നും ഒരു തുള്ളി ജലം പോലും ദേവി ഭക്ഷിച്ചില്ല. ഒരാഹാരവും ഭക്ഷിച്ചില്ല. ദേവിയുടെ ശരീരം ഓരോ ദിവസവും ക്ഷീണിച്ചു വന്നു. എങ്കിലും ദേവിയുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചത് ഇന്ദ്രൻ നൽകിയ ഈ പായസത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ആ പായസം ദേവിക്ക് തൃപ്തിയായി. രാമൻ്റെ വിരഹദുഃഖം, രാമനെ ഓർത്തിട്ടുള്ള വിരഹദുഃഖം മാത്രമേ പിന്നെ ദേവിയെ ബാധിച്ചുള്ളൂ. വിശപ്പും ക്ഷീണവും പിന്നീട് ദേവിയെ ബാധിച്ചില്ല. ആ സമയം മാരീചനെ വധിച്ചതിനു ശേഷം അമ്പും വില്ലുമൊക്കെ കയ്യിലേന്തിക്കൊണ്ട് രാമൻ പർണശാലയിൽ എത്തിച്ചേരുന്നു. വഴിയിൽ ചില അശുഭ ലക്ഷണങ്ങൾ കാണുകയും ചെയ്തു. സർപ്പത്തെയൊക്കെ കണ്ടു. വലതുവശത്ത് ഒരു കുറുക്കനെ കണ്ടു. അതോടുകൂടി മനസ്സ് അസ്വസ്ഥമായിട്ടാണ് വന്നത്. വന്നപ്പോൾ പർണശാല ശൂന്യമായിരിക്കുന്നു. സീതയെ കാണുന്നില്ല. രാമൻ നോക്കിയപ്പോൾ അതാ ലക്ഷ്മണൻ നടന്നു വരുന്നു. ലക്ഷ്മണനെ കണ്ട ഉടൻ തന്നെ ശ്രീരാമൻ ചോദിക്കുകയാണ്, എന്താണ് അനുജ നീ ഒറ്റയ്ക്ക് വരുന്നത്? ദേവിയെ കാണുന്നില്ലല്ലോ. പാപിയായ രാക്ഷസൻ ചതിച്ചിരിക്കുന്നു. ജാനകിയെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. ഇപ്പോൾ ദേവിയെ കാണുന്നില്ലല്ലോ. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. നടന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മണൻ രാമനെ ധരിപ്പിക്കുകയും ജ്യേഷ്ഠത്തി എന്ന് മുറുക്കെ വിളിക്കുകയും ചെയ്തു. രാമൻ സീതയെ സീതേ എന്ന് വിളിക്കുന്നു. പക്ഷേ യാതൊരു മറുപടിയുമില്ല. അതോടുകൂടി ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് രണ്ടുപേർക്കും മനസ്സിലാവുകയും രാമൻ തല തല്ലി കരഞ്ഞുകൊണ്ട് ആ പർണശാലയുടെ മുമ്പിൽ ബോധഹീനനായി വീഴുകയും ചെയ്തു. ബോധം തിരിച്ചു കിട്ടിയ രാമൻ തല തല്ലി കരയുകയാണ്. ജ്യേഷ്ഠനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് ലക്ഷ്മണൻ. പലതും പറഞ്ഞു നോക്കി. രാമനെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. രാമൻ്റെ കരച്ചിൽ കണ്ടിട്ട് പുൽക്കൊടികൾക്ക് പോലും കരച്ചിൽ വന്നു എന്നാണ് പറയുന്നത്. ദേവതകൾ നിലവിട്ട് കരയാൻ തുടങ്ങി. കാരണം ദേവന്മാരുടെ ആവശ്യമായിരുന്നു ഇങ്ങനെയൊരു കാര്യം നടക്കണമെന്നുള്ളത്. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് രാമൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പ്രപഞ്ചം പോലും വിറങ്ങലിച്ചു നിന്നു എന്നാണ് രാമായണം പറയുന്നത്. പിന്നീട് സീതയെ അന്വേഷിച്ച് നടക്കുകയാണ് ജ്യേഷ്ഠനും അനുജനും. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തം പുരണ്ട മുഖവുമായി അവർ ജടായുവിനെ കാണുന്നു. നീ സീതയെ തിന്നു അല്ലേ? ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വധിക്കും എന്ന് പറഞ്ഞിട്ട്, നീ പക്ഷിരൂപത്തിൽ വന്ന രാക്ഷസനല്ലേ എന്ന് പറഞ്ഞിട്ട് ജടായുവിൻ്റെ അടുക്കലേക്ക് പാഞ്ഞു വരുന്നു രാമൻ. അപ്പോൾ ആ പക്ഷി, ജടായു എന്ന പക്ഷി പറയുകയാണ്, വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് സീതയെ ഞാൻ കണ്ടെത്തി. സീതയെ ഈ ദേശത്തു നിന്നും കിട്ടുകയില്ല. സീതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുന്നത്. ലങ്കയിലെ രാവണൻ സീതയെ കൊണ്ടുപോയി. നിങ്ങൾ സഹോദരന്മാർ രണ്ടുപേരും ഇല്ലാതിരുന്നപ്പോൾ രാവണൻ ഗൃഹത്തിൽ നിന്ന് സീതയെ അപഹരിച്ചു.
വൃദ്ധനായ ഞാൻ യുദ്ധം ചെയ്തു. അവനെ തടഞ്ഞു. രാമ, അങ്ങയെ കാണണം, അങ്ങയോട് ഇക്കാര്യം പറയണം എന്നു കരുതി ഞാനിവിടെ കിടക്കുകയാണ്. രാവണൻ എൻ്റെ 2 ചിറകുകളും വെട്ടിക്കളഞ്ഞു. രക്തമൊഴുകി. ഞാനിപ്പോൾ മരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല. നേരത്തെ മരിച്ചു പോയെങ്കിൽ ഇക്കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കുമായിരുന്നില്ല. പ്രാണൻ കിടന്നത് അങ്ങയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പറഞ്ഞു ജടായു. അത് കേട്ടതും 2 സഹോദരന്മാരും പൊട്ടിക്കരഞ്ഞു. രാമൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. രാമൻ പറഞ്ഞു, പക്ഷിരാജ, അങ്ങൻ്റെ പിതാവാണ്. സീതയുടെ വിവരം എന്നോട് പറഞ്ഞ് എൻ്റെ ദുഃഖം തീർത്തല്ലോ. രാവണനോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ലായിരുന്നു. എന്തിനാണ് അവൻ എൻ്റെ സീതയെ അപഹരിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വളരെ പാടുപെട്ട് ജടായു രാമനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. 14,000 രാക്ഷസന്മാരെ അങ്ങ് വധിച്ചില്ലേ? ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കാതും മൂക്കും മുറിച്ചില്ലേ? ആ കോപത്താലാണ് രാവണൻ ജാനകിയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത്. വിശ്വസ്രവസിൻ്റെ പുത്രനാണ് വലിയ രാജാവായ രാവണൻ. ബ്രഹ്മാവിൻ്റെ വരം കൊണ്ട് മഹാ തേജസ്വിയായി. വിഷമിക്കരുത്, കരച്ചിലടക്കൂ. രാവണനെ വധിച്ച് അങ്ങ് ജാനകിയെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. എൻ്റെ വായിൽ അങ്ങ് പാദതീർത്ഥം നൽകുക. എല്ലാ പാപവും തീർത്ത് ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെ. ഇങ്ങനെ പറയുകയാണ് ജടായു. അങ്ങനെ പറഞ്ഞപ്പോൾ ജടായുവിൻ്റെ മുഖത്തു നിന്നും വീണ്ടും രക്തം ഒഴുകുന്നു. മരണസമയത്ത് ജടായു രാമനെയും ലക്ഷ്മണനെയും നമസ്കരിക്കുന്നു. ജടായുവിൻ്റെ വായ്ക്കകത്തേക്ക് രാമൻ തീർത്ഥം നൽകുന്നു. അതോടുകൂടി പക്ഷി മരിക്കുന്നു. ദിവ്യരഥത്തിൽ കയറി പക്ഷി സ്വർഗത്തിലേക്ക് പോകുന്നു. ജടായുവിന് മോക്ഷം ലഭിക്കുന്നു. രാമൻ പറയുകയാണ്, പിതാവിന് തുല്യനാണ് ജടായു. സീതയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവൻ കളഞ്ഞത്. വന്യജീവികൾ ഈ ശരീരം ഭക്ഷിച്ചാൽ ദുഷ്കീർത്തി ഉണ്ടാകും. ലക്ഷ്മണ, ഇപ്പോൾ തന്നെ ദിവ്യമായ അഗ്നികുണ്ഡം നിർമ്മിച്ച് ജടായുവിനെ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി അഗ്നികർമ്മം ചെയ്തു. ഗോദാവരി ജലത്തിൽ ജടായുവിന് വേണ്ടിയിട്ടുള്ള തർപ്പണങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ രാമനെ കണ്ടുകൊണ്ട് ആ പക്ഷി സ്വർഗത്തിലേക്ക് പോകുന്നു. ഇതാണ് ജടായു മോക്ഷം. രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹരേ കൃഷ്ണ, ജടായു മോക്ഷം കേട്ടാൽ ധർമ്മജ്ഞാനമുണ്ടാകും എന്നാണ്. വാൽമീകി രാമായണത്തിലും കൃത്തിവാസ രാമായണത്തിലും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ജടായു മോക്ഷം ആരാണോ കേൾക്കുന്നത് അവർക്ക് ധർമ്മജ്ഞാനമുണ്ടാകും. അത്ര ശ്രേഷ്ഠമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ജടായു മോക്ഷം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. നാളെ നമുക്ക് ആരണ്യകാണ്ഡത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കാം. കബന്ധമുക്തിയൊക്കെയുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഭാഗങ്ങളാണ്. ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.